ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും BA ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സിനെ പറ്റിയിട്ടാണ്. അതായത് BA ലിറ്ററേച്ചർ ക്ലാസ്സിലേക്ക് BA ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എത്ര സെമസ്റ്ററാണുള്ളത്, ഓരോ സെമസ്റ്ററിലും എത്ര പേപ്പറാണുള്ളത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളും, പിന്നെ നമ്മൾ ഓരോ സെമസ്റ്ററിലെയും പാഠഭാഗങ്ങളും അതിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, അത് എങ്ങനെയാണ് അസൈൻമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള അസൈൻമെൻറ്റ് എഴുതേണ്ടത് എങ്ങനെയാണ്, അതിന് ഇൻട്രൊഡക്ഷൻ, ദെൻ ക്വസ്റ്റ്യൻ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഡിസ്കസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് BA ഇംഗ്ലീഷ് ആണ് നമ്മൾ പറയാൻ പോകുന്ന സംഭവം. പറഞ്ഞല്ലോ, അതിൽ BA ഇംഗ്ലീഷിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ 4 പേപ്പറുണ്ട്, സെക്കൻഡ് സെമസ്റ്ററിലും 4 പേപ്പറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ സെമസ്റ്ററിനും ഓരോ കോഡുണ്ട്. ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ആ കോഡ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഓരോ പേപ്പറിൻ്റെയും കോഡ് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. ഇൻ കേസ് ഇനി പുറത്ത് നിങ്ങൾ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യും, ഇന്ന പേപ്പറാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന കോഡായിരിക്കും പറയാം. 102 നിനക്കറിയില്ല അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാവണം. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് എപ്പോഴെങ്കിലും പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കോഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ BA ഇംഗ്ലീഷിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ 4 പേപ്പറുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് പേപ്പറിൻ്റെ പേര്, അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ 4 പേപ്പർ, സെക്കൻഡ് സെമസ്റ്ററിൽ 4 പേപ്പർ. ഇതിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പറിൻ്റെ പേരാണ് പറയാൻ പോകുന്നത്. അതിൽ കോഡാണ് ഫസ്റ്റ് പറയുന്നത്, BEGC 101. ഓക്കെ, 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറാണ് നമ്മളെ ഫസ്റ്റ് പേപ്പറിൻ്റെ പേര്. നെക്സ്റ്റ് വരുന്നത് BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ദെൻ തേർഡ് BEVAE 181 എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. ദെൻ BESOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്. ഓക്കെ, അപ്പോൾ 4 പേപ്പർ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് അതേപോലെ സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ 4 പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് നിങ്ങൾക്ക്. ഓക്കെ, അതിൽ സെക്കൻഡ് സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പറിൻ്റെ പേരാണ് BEGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് BEGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് drama in 14th century and 17th century. Okay, then third paper BEGA 102 English communication skill ആണ്. നെക്സ്റ്റ് വരുന്നത് BGDG എന്നുള്ള ഒരു 172 ആട്ടോ. ഓക്കെ, 172 ആണ് നെക്സ്റ്റ് വരുന്നത്. അത് ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നുള്ളൊരു പേപ്പറാണ് വരുന്നത്. ഓക്കെ, ഇതിൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ് നമുക്കൊരു കോമൺ പേപ്പറായിട്ട് ചെയ്യാനുള്ളത്. ഇനി മാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ നമുക്ക് 50ൽ 18 നമ്മൾ ജയിക്കാൻ വേണ്ട മാർക്ക്. നെക്സ്റ്റ് നമുക്ക് ഓരോ പേപ്പറും, അതായത് 100ൽ 35 മാർക്ക് നമുക്ക് പാസ് മാർക്ക് വേണം. ഓക്കെ, അതിൽ അസൈൻമെൻറ്റ് ചെയ്താലും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതി തരും. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി, അത് എഴുതിയെടുത്താൽ മാത്രം മതി. അതിന് നിങ്ങൾ വേറെ ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഒരു BA ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് കിട്ടും. നെക്സ്റ്റ് വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ബേസ് ക്ലാസ്സിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ആൻസർ കീ ക്ലാസ് പോലെയാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാൻ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറാണ് നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള പേപ്പർ BEGC 101. ഓക്കെ, അതിൻ്റെ പേരാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. നമുക്കറിയാം, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പ്രാചീന കാലത്ത് ഇന്ത്യയിൽ ലിറ്ററേച്ചർ, സാഹിത്യം, ഓക്കെ, സാഹിത്യത്തിൽ പല സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ സാഹിത്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ഇതിഹാസങ്ങളുണ്ട്, രാമായണ, മഹാഭാരത, പിന്നെ നമ്മുടെ കൗരവ, പാണ്ഡവ, സവിട, മഹാഭാരത, യുദ്ധ, അങ്ങനെയുള്ള നമുക്ക് എപ്പിക്സ്, ഇതിഹാസങ്ങളും മഹാകാവ്യങ്ങളും, കുറേ എന്താ പറയുക, നല്ല രചയിതാക്കളും സാഹിത്യ രചയിതാക്കളും, അതിന് ഇമ്പോർട്ടൻ്റായ കാളിദാസനും, അങ്ങനെ എന്താ പറയുക, ഭവഭൂതി, ഭാഷ, കുറേ കാര്യങ്ങൾ. നമ്മുടെ ഇന്ത്യൻ്റെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. മറ്റ് രാജ്യങ്ങളിലെ ക്ലാസിക്കൽ റൈറ്റിങ്സിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നമുക്ക് വളരെ അഭിമാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കുറേ നല്ല നല്ല എഴുത്തുകാരും എപ്പിക്സൊക്കെ, അതായത് ഇതിഹാസങ്ങളൊക്കെ രചിക്കപ്പെട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ.
അതിൽ തന്നെ നമുക്കിനി പ്രധാനമായി നമ്മൾ BA ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്ലാസിക്കൽ ലിറ്ററേച്ചറാണ് നമ്മുടെ ഫസ്റ്റ് പേപ്പറിൻ്റെ പേര് നമ്മൾ പറഞ്ഞല്ലോ, ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നമുക്ക് പിന്നെ കാളിദാസൻ്റെ കാവ്യങ്ങളെ പറ്റിയിട്ടാണ് നമുക്കിതിൽ കൂടുതലും പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഓരോ രസഭാവങ്ങൾ, നമ്മൾ പിന്നെ അഭിജ്ഞാന ശാകുന്തള, അതിൽ ശകുന്തളയുടെ ക്യാരക്ടർ, ദുഷ്യന്തൻ്റെ ക്യാരക്ടർ അനാലിസിസ്, അങ്ങനെ നമുക്കറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ, നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യമാണ്, നമുക്ക് അഭിമാനമാണ്, നമ്മുടെ രാജ്യത്ത് രചിക്കപ്പെട്ടിട്ടുള്ള ഈ കാവ്യങ്ങളിലെ ശകുന്തള ആയാലും ദുഷ്യന്തനായാലും ഇനിയിപ്പോൾ രാമായണത്തിലെ രാമനായാലും സീതയായാലും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ചെറുപ്പത്തിലെ നമുക്ക് നന്നായിട്ട് അറിയുന്നതുമാണ്, നമ്മൾ കേട്ട കഥകളാണ്, കുഞ്ഞിലെ പഠിച്ച പാഠങ്ങളിലൊക്കെ നമ്മൾ അറിയുന്ന കഥാപാത്രങ്ങളാണ് എല്ലാവരും. അപ്പം അതേപോലെ നമ്മളിപ്പോൾ +2 കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രി എത്തി. അപ്പോൾ ഡിഗ്രി എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും BA ലിറ്ററേച്ചറിൽ ഭയങ്കര ഗ്രാമറായിരിക്കും, ഭയങ്കര സംഭവങ്ങളായിരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, വളരെ വളരെ സിമ്പിളാണ് നമ്മുടെ BA ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ. BA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, കൂടാതെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ് BA ഇംഗ്ലീഷ്. അപ്പോൾ നമ്മളിനി ക്ലാസ്സിലേക്ക് പോവാം. BA ഇംഗ്ലീഷിലെ നമ്മളെ സെമസ്റ്റർ ഫസ്റ്റ് ബ്ലോക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അതിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന യൂണിറ്റ് 1, യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4, 4 യൂണിറ്റും കൂടി ചേർന്നതാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അത് ഫസ്റ്റ് 1ഉം ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് സെക്കൻഡ് യൂണിറ്റ് ആൻഡ് തേർഡ് യൂണിറ്റ്, ഇത് ഒന്നൊന്നിനോട് എപ്പോഴും എന്താണ്, ഒന്നൊന്നിനോട് ഇങ്ങനെ എന്താ പറയുക, ചങ്ങല പോലെ ഒന്നൊന്നിനോട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് ഫസ്റ്റാണ് നമ്മൾ പറയുന്നതാണ് ആസ്തെറ്റിക്സ് ഇൻ ഇൻട്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ആസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മീനിങ്, ആസ്തെറ്റിക്സ് മീൻസ് ബ്യൂട്ടി. ഓക്കെ, ആസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയാണ്. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. നേരത്തെ പറഞ്ഞത് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണ്, കാരണം എക്സാമിന് എങ്ങനെയാണോ എഴുതേണ്ടത് അങ്ങനെയാണ് നമ്മളിത് കണ്ടിന്യൂറ്റിയിൽ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ആസ്തെറ്റിക്സിനെ പറ്റിയാണ്. ആസ്തെറ്റിക്സിൻ്റെ ഡെഫിനീഷനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഡെഫിനീഷൻ, അതായത് 2 മാർക്കിൻ്റെ ഡെഫിനീഷനാണ്. എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം, ഡെഫിനീഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു നോട്ട്ബുക്ക് എടുക്കണം, അതിലേക്ക് നിങ്ങൾ മിസ്സ് പറയുന്നത് എഴുതിയെടുക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ ആദ്യ സെമസ്റ്ററിനെ പറ്റിയൊരു നോളജ്, ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററിലെ ഓരോ പേപ്പറും മിസ് പറഞ്ഞു. നെക്സ്റ്റ് അതിൻ്റെ ഓരോ കോഡ് ഭാഷ, നേരത്തെ കോഡ് പറഞ്ഞല്ലോ, കോഡിനൊരു ലാംഗ്വേജ് ഉണ്ട് 1 or 2 പറഞ്ഞിട്ട്, അതും ഒന്ന് എഴുതി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി നമ്മൾ പോകുന്നത് ആസ്തെറ്റിക്സ് എന്ന വിഭാഗത്തിലേക്കാണ്. അതാണ് നമ്മുടെ യൂണിറ്റ് 1 ആണ്. വാട്ട് ഈസ് ആസ്തെറ്റിക്സ്? അതായത് ആസ്തെറ്റിക്സ് മീൻസ് ബ്യൂട്ടി, അതായത് നമ്മുടെ ലാംഗ്വേജിൻ്റെ ബ്യൂട്ടി, ദ ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ്, അതാണ് ആസ്തെറ്റിക്സ്. അപ്പോൾ ഡെഫിനീഷൻ എഴുതുക, നോട്ട്ബുക്ക് എടുക്കുക, ഫസ്റ്റ് എഴുതുക ആസ്തെറ്റിക്, വാട്ട് ഈസ് ആസ്തെറ്റിക്സ് എന്ന് എഴുതുക, താഴെ ഡെഫിനീഷൻ എഴുതുക, അതിന് നേരെ 2 മാർക്ക് എഴുതുക. ഓക്കെ, അതിന് താഴെ എഴുതുക ആസ്തെറ്റിക് ഈസ് ഡെഫിനീഷൻ ഓഫ് അങ്ങനെയല്ല, എനിത്തിങ് ദാറ്റ് ഈസ് കൺസേൺ വിത്ത്. ഓക്കെ, ആസ്തെറ്റിക്സ് ഈസ് കൺസേൺ വിത്ത് ബ്യൂട്ടി ഓർ ദ അപ്രിസിയേഷൻ ഓഫ് ബ്യൂട്ടി ഈസ് കോൾഡ് ആസ്തെറ്റിക്സ്. ഓക്കെ, ദെൻ അതാണ് ആസ്തെറ്റിക്സിൻ്റെ ഡെഫിനീഷൻ. മിസ് ഒന്നും കൂടി അവിടെ എന്തെങ്കിലും ഒരു എററോ എന്തോ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ശ്രദ്ധിക്കുക. ആസ്തെറ്റിക്സ് ഈസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ, എനിത്തിങ് ദാറ്റ് ഈസ് കൺസേൺഡ്. ഓക്കെ, ആസ്തെറ്റിക്സിൻ്റെ ഡെഫിനീഷനാണ് മിസ് പറയുന്നത്. ഫസ്റ്റ് തുടങ്ങുന്നത് എനിത്തിങ് ദാറ്റ് ഈസ് കൺസേൺ വിത്ത് ബ്യൂട്ടി ഓർ ദ അപ്രിസിയേഷൻ ഓഫ് ബ്യൂട്ടി ഈസ് കോൾഡ് ആസ്തെറ്റിക്സ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ബ്യൂട്ടിയാണ്, നമ്മുടെ ലാംഗ്വേജിൻ്റെ ബ്യൂട്ടിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ആ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോയി, ഇതെന്തോ വലിയ വേർഡാണെന്ന് വിചാരിക്കും. പക്ഷേ വളരെ സിമ്പിളാണ്. ആസ്തെറ്റിക്സ് മീൻസ് ബ്യൂട്ടി എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ലാംഗ്വേജിൻ്റെ ബ്യൂട്ടിയെ പറ്റി, അതായത് നമ്മുടെ ക്ലാസിക്കൽ റൈറ്റിങ്സിന് ഒരു ബ്യൂട്ടി ഉണ്ടാവുമല്ലോ, അതിനെ മൊത്തത്തിൽ പറയുന്നതാണ് ആസ്തെറ്റിക്സ്. ഓക്കെ, വിച്ച് ആർ ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ആസ്തെറ്റിക്സ്. ഇനി എക്സ്പ്ലനേഷനാണ് നെക്സ്റ്റ് വരുന്നത്. നമ്മൾ 8 മാർക്കിൻ്റെ എസ്സേക്ക് ആസ്തെറ്റിക്സിനെ പറ്റി ചോദിച്ചാൽ, 8 മാർക്കിൻ്റെ എസ്സേ ചോദിച്ചാൽ നമുക്ക് എഴുതേണ്ടതാണ് നെക്സ്റ്റ് മിസ് പറയാൻ പോകുന്നത്. വിച്ച് ആർ ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ആസ്തെറ്റിക്സ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നേരെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നേരെ 8 മാർക്ക് എഴുതിയിട്ട് നെക്സ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ദെൻ ദാറ്റ് ഈസ് രസ, അതായത് ആസ്തെറ്റിക്സിലെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഭാവം,
ബ്യൂട്ടി മീൻസ് അതിൻ്റെ ഒരു മനോഹാരിത നിറഞ്ഞൊരു ഭാഗമാണ് രസ. വാട്ട് ഈസ് രസ? നമുക്കറിയാം, നമ്മൾ ഉദയനാട് താഴെ നമ്മുടെ സിനിമയിൽ ജഗതിയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നവരസങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ? നവരസങ്ങൾ, 9 രസങ്ങൾ, ശൃംഗാരം, ബീബൽസം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓർമ്മ മിസ് പറഞ്ഞെന്നുള്ളൂ. അതാണ് നമ്മുടെ രസ. അത് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റിങ്സിൽ ആസ്തെറ്റിക്സിൽ വരുന്ന രസ, അതും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം? ദിസ് ഈസ് രസ. ദ മീനിങ് ഓഫ് രസ ഈസ് എൻജോയ്മെൻറ്റ്. ഓക്കെ, അപ്പം മിസ്സ് പറയുന്നത് അതേപോലെ എഴുതിയെടുക്കുകയാണെങ്കിൽ, അതായത് എക്സ്പ്ലനേഷൻ ഓഫ് രസമാണ് മിസ്സ് പറയുന്നത്. 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത് ദ മീനിങ് ഓഫ് രസ ഈസ് എൻജോയ്മെൻറ്റ്, ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഈസ് ഒറിജിൻ ബൈ ഭരതമുനീസ് നാട്യശാസ്ത്ര. ഓക്കെ, ഭരതമുനിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നാട്യശാസ്ത്ര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ഒറിജിൻ ബൈ ഭരതമുനീസ് നാട്യശാസ്ത്ര, ഫുൾ സ്റ്റോപ്പ്. ദർ ആർ 4 വേദാസ് ഇൻ അവർ ഇന്ത്യൻ കൾച്ചർ. ഓക്കെ, അപ്പോൾ ഈ രസം എവിടുന്നാണ് വന്നത് എന്നാണ് പറയുന്നത്. ദർ ആർ ഫോർ വേദാസ് ഇൻ അവർ ഇന്ത്യൻ കൾച്ചർ, ദാറ്റ് ഈസ് ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. രസ ഈസ് ഇൻക്ലൂഡഡ് ദ അഥർവവേദാസ്. രസ ഈസ് ഇൻക്ലൂഡഡ് ഇൻ അഥർവവേദാസ്. അഥർവവേദയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഭാവമാണ് രസ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് രസേൻ്റെ എക്സ്പ്ലനേഷൻ ആണ് മിസ് പറഞ്ഞത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ആസ്തെറ്റിക്സ് ആണ് പറഞ്ഞത്. വാട്ട് ഈസ് ആസ്തെറ്റിക്സ് ആണ് പറഞ്ഞത്. അതിൽ എനിത്തിങ് ദാറ്റ് ഈസ് കൺസേൺ വിത്ത് ബ്യൂട്ടി ഓർ ദ അപ്രീസിയേഷൻ ഓഫ് ബ്യൂട്ടി ഈസ് കോൾഡ് ആസ്തെറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് മെയിൻ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ആസ്തെറ്റിക്സ്. വാട്ട് ആർ ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ആസ്തെറ്റിക്സ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. അത് എഴുതാൻ തുടങ്ങേണ്ടത് ദാറ്റ് ഈസ് രസ. അതിൻ്റെ ആൻസർ ആണ് മിസ് പറഞ്ഞത്, ദാറ്റ് ഈസ് രസ, ഫുൾ സ്റ്റോപ്പ്. ദ മീനിങ് ഓഫ് രസ ഈസ് എൻജോയ്മെൻറ്റ്, അതായത് സന്തോഷം. എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് എന്നാണ് കേട്ടോ രസ എന്ന് പറഞ്ഞത്. The meaning of rasa is enjoyment. It is origin when Bharadamuni's Natya Shastra, full stop. There are 4 Vedas in our Indian culture. That is, first is Rigveda, second is Yajurveda, third is Samaveda, and next is Atharvaveda.